രോഹിത്തിനെ വിടാതെ രേവതിക്കുട്ടി. അങ്ങനെ മഴ തോരും മുംബൈയിലാണെങ്കിൽ രോഹിത്ത് യാത്ര പറയാനായിട്ട് എത്തുന്നുണ്ട് രേവതിക്കുട്ടിയുടെ അടുത്ത്. ഇതേ സമയം രേവതിക്കുട്ടിയാണെങ്കിൽ രോഹിത്തിനോട് പറയാനായിട്ട് തുടങ്ങുന്നുണ്ട്, എൻ്റെ മനസ്സ് കീഴടക്കിയ നിങ്ങളാണ് എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പ്രണയം പറയാനായിട്ട്. പക്ഷേ ആ സന്ദർഭത്തിൽ അത് നടക്കുന്നില്ല എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. രേവതിക്കുട്ടി രോഹിത്തിൻ്റെ ചേഞ്ചിനെ പറ്റി രോഹിത്തിനെ അറിയിക്കുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. അതായത്, നിങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്, അലീന ചേച്ചിയുടെ സഹോദരനായി നിങ്ങൾ ഇപ്പോഴാണ് എത്തിയത് എന്ന് പറയുന്നത് കാണാൻ കഴിയും. ഇതേ സമയം രോഹിത്ത് നമ്മുടെ രേവതിയോട് ചോദിക്കുന്നുണ്ട്, അല്ല രേവതിക്കുട്ടി, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? നീ എന്നിൽ നിന്നും എന്തെങ്കിലും മറച്ചു പിടിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, എന്തുപറ്റി പെട്ടെന്ന് ഇങ്ങനെ തോന്നാനായിട്ട്, എന്താണ് കാര്യം എന്ന് ചോദിക്കുന്നത് കാണാം. ഇതേ സമയമെങ്കിൽ നിനക്ക് എന്നോട് എന്തോ പറയാനുള്ള മാതിരി എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കാനായിട്ട് തുടങ്ങുന്ന രോഹിത്തിനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് രേവതിക്കുട്ടി പറയുന്നുണ്ട്, നിങ്ങൾ കണ്ടെത്തിയത് അത് സത്യം തന്നെയാണ്. എൻ്റെ മനസ്സിൽ നിങ്ങൾ സ്ഥാനമുറപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അത് കേട്ട രോഹിത്താണെങ്കിൽ തുള്ളിച്ചാടാനായിട്ട് മനസ്സുകൊണ്ട് അടുക്കുന്നുണ്ടെങ്കിലും രോഹിത്ത് രേവതിക്കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതേ സമയം ഞാൻ നിങ്ങളെന്നെ സ്നേഹിക്കണമെന്നൊന്നല്ല പറഞ്ഞത്, നിങ്ങളുടെ മാറ്റവും നിങ്ങളുടെ പെരുമാറ്റവും എൻ്റെ മനസ്സ് കീഴടക്കിയെന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ രോഹിത്ത് വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. ഞാനെന്നാൽ പോട്ടെ, ഇനിയും സമയം കിട്ടുകയാണെങ്കിൽ വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രോഹിത്ത് പോകാനായിട്ടൊരുങ്ങുമ്പോൾ രോഹിത്തിനെ വിടാതെ നിൽക്കുന്ന രേവതിക്കുട്ടിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ.